കാലികവും കാലാതീതവുമായ സത്യവും 4 പാദങ്ങളോട് കൂടിയതാണ്. പരയും അപരയുമായ ബ്രഹ്മം ഓംകാരമാകുന്നു എന്ന് ശ്രുതി പറയാൻ പോവുകയാണ്. 4 മഹാവാക്യങ്ങളാണ്. ഭാരതീയ ദർശനങ്ങളിൽ അനേക മഹാവാക്യങ്ങളുണ്ട്. എന്നാൽ സാമ്പ്രദായിക തലത്തിൽ അനുഭവത്തിനു വേണ്ടി സാമ്പ്രദായികന്മാർ ഏതു വേദത്തെ അനുസരിക്കുന്നു, ഏത് സൂത്രത്തെ അവലംബിക്കുന്നു, ഏത് ഗോത്രത്തിൽപ്പെടുന്നു എന്നൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇന്നില്ല. ഓരോ ഗോത്രം ആ ഗോത്രം അനുസരിച്ചു വരുന്ന വേദങ്ങളുണ്ടാവും പഠിക്കേണ്ടെന്ന. ആ ഗോത്രത്തെ അവലംബമാക്കി അശ്വലായന ഗൃഹ്യസൂത്രാദി സൂത്രങ്ങളുണ്ടാവും. അതിലെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കൃത്യമായി വൈദികിയും ഗോത്ര സംസ്കാരവും ഷോഡശ കർമ്മവിധികളും സൂത്രങ്ങളുമെല്ലാം ചേർന്നാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ കൃത്യമായി പിതൃപൈതാമഹ സംപ്രാപ്തമായി പഠിച്ചു പോന്നതാണ് ഈ വഴി. അങ്ങനെയുള്ള പഠിപ്പിൽ മാത്രമേ അതിൻ്റെ ശാസ്ത്രീയത ഉറച്ചു ബോധ്യമാവുകയുള്ളൂ. ഇന്നതില്ല. ദൃശ്യത്തിന് പ്രാധാന്യം നൽകി ദൃശ്യമാകുന്നതെല്ലാം സത്യമാണെന്ന് യുക്തി കൊണ്ടുറപ്പിച്ച് പഠിച്ച് അതിലെ സഞ്ചരിക്കുമ്പോൾ വല്ലപ്പോഴും ഒരിക്കൽ കാലിടറുമ്പോൾ അന്വേഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് മാത്രമാണ് ഇന്ന് ഈ വഴി. ആ തിരിക്കുമ്പോഴാകട്ടെ കയ്യിലിരിക്കുന്ന യുക്തിബോധം മുഴുവൻ ദൃശ്യത്തിനിണങ്ങുന്നതുമാണ്, ആത്മബോധത്തിനിണങ്ങുന്നതുമല്ല. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രാചീനർ അങ്ങനെയല്ല പോവുക. ഉപനയനമൊക്കെ കഴിയുമ്പോൾ സമാവർത്തന കാലത്ത് ഇത് ഉറച്ചു കിട്ടും. ഉപനയിപ്പിക്കുന്നത് തന്നെ അടുത്തിരുത്തുകയാണ്. അതിൽ അച്ഛൻ തന്നെ കാണിച്ചു കൊടുക്കും. ഇതുവരെ സമ്പാദിച്ചതൊക്കെ അവിടെ ദാനം ചെയ്യും. സർവസ്വദാനം ചെയ്യുമ്പോഴാണ് ഉപനയനം നടക്കുക. എന്തിനാണ് സമ്പാദിക്കുന്നതെന്ന് മകന് ബോധ്യമാവും. അപ്പോൾ ഇതൊന്നിന് മാത്രമേ കൊള്ളൂ ദാനം ചെയ്യാൻ. സർവസ്വവും ദാനം ചെയ്യും. എല്ലാം ദാനം ചെയ്ത് അവസാനം പുത്രനെ യമനു ദാനം ചെയ്യും. അതുതന്നെയാണ് ഒരു ഉപനിഷത്ത്. മൃത്യുരാചാര്യസ്തവ എന്നാ അവിടെ പറയാം. മൃത്യുവാണ് നിന്റെ ആചാര്യൻ. നീ മൃത്യുമുഖത്ത് പോയി പഠിച്ചു വന്നാലും അല്ലാത്ത പഠിത്തമൊന്നും പഠിത്തമല്ല, മൃത്യുവിലേക്കുള്ള യാത്രയാണ്. എന്തെല്ലാം പഠിച്ചാലും ഈ പഠിപ്പെല്ലാം കൊണ്ട് യാത്ര ചെയ്യുന്നത്, എല്ലാവരും യാത്ര ചെയ്യുന്നത് മൃത്യുവിൻ്റെ മുഖങ്ങളിലേക്ക് മാത്രമാണ്. ഒരു പഠിപ്പ് കൊണ്ടും മൃത്യുമുഖത്തിൽ നിന്ന് തിരിച്ചു വരാനാകുന്നില്ല. പഠിച്ചറിഞ്ഞ് മൃത്യുമുഖത്തിലേക്ക് വീണാലോ വീണ്ടും മൃത്യുവിൻ്റെ ആവർത്തനമുണ്ടാക്കുന്ന ജനിമരണങ്ങളേ ഉള്ളൂ. വിവരമുള്ളവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃത്യുമുഖത്തു നിന്ന് രക്ഷപ്പെടണം. ഇതാണ് പഴയ ആളുകളുടെ വഴി. ഇതിനൊരു സാമ്പ്രദായികത്വമുണ്ട്. അതിനാണ് പിതാവ് എല്ലാം കൊടുത്തിട്ട് അവസാനം പുത്രനെ മൃത്യുവിന് തന്നെ കൊടുക്കുന്നത്. മൃത്യു ആചാര്യനാവുമ്പോൾ മൃത്യുവിൽ നിന്നാണ് യാഗരഹസ്യവും പിതൃപാരമ്പര്യം തിരിച്ചറിയലും അറിയേണ്ടത്. അവൻ്റെ യാത്രയാണ്.